അങ്ങനെ ഞങ്ങൾ വീട് മുഴുവൻ നോക്കിയിരുന്നൊരു ദിവസം കേട്ടോ. കണ്ണൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം അവൻ്റെ കുറേ ദിവസത്തെ ആഗ്രഹമാണ്. അവൻ പണ്ടും പറയുക ഇപ്പോഴും സെൽഫായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് കേട്ടോ പറയാറുണ്ടായിരുന്നത്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അവൻ അത് സാക്ഷാത്കരിക്കുകയാണ് കേട്ടോ. അവന് കുറേ ദിവസത്തെ എഫേർട്ട് ഉണ്ട്. അവൻ്റെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ കുറേ നാൾ ലോക്കായിരുന്നു. അവൻ കുറേ ഇരുന്ന് ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു അവൻ്റെ സോളാറിൻ്റെ പരിപാടി കേട്ടോ. അങ്ങനെ സാരി എടുക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെയാണ്. പക്ഷേ എനിക്ക് മേക്കപ്പ് ഒന്നും വേണ്ടിയിരുന്നില്ല, സാരി എടുക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ സാരി ഒക്കെ എടുത്തു. അങ്ങനെ ഞാൻ എല്ലാം സെറ്റായിട്ട് ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. 10 മണിക്കാണ് കേട്ടോ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനോഗ്രേഷനായിട്ട്. അപ്പോൾ ഞാൻ എത്തുമ്പോൾ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കണ്ണനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 10 മണിക്കാണ് പറഞ്ഞിട്ടുള്ള, വൈകിട്ട് 10 മണിയെല്ലാം. ഞാൻ മാത്രമല്ല കേട്ടോ, പിന്നെയും കുറച്ച് പേരൊക്കെ എത്താനായിട്ടുണ്ടായിരുന്നു. ഞാൻ എത്തിയിട്ടും കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. പിന്നെ ഓൾറെഡി പ്രിപ്പറേഷൻസ് ഒക്കെ തലേ ദിവസം തീർത്തിട്ടുള്ളതുകൊണ്ട് പിന്നെ ഇന്ന് അല്ലാണ്ട് അതിൻ്റെ പിന്നിൽ ഇരിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. വീക്കെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീക്ക് നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് വർക്കിനൊക്കെ പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ചുരുക്കം കുറച്ച് പേരെ വെച്ചിട്ട് ഞങ്ങൾ പരിപാടി നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചടങ്ങിന് ഞങ്ങളുടെ മുഖ്യ അതിഥി ഞങ്ങളുടെ അമ്മമ്മയാണ് കേട്ടോ. ഞങ്ങളുടെ അമ്മയുടെ അമ്മയാണ്. ഞങ്ങളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുണ്ടോ അതിൻ്റെ ബേസ് തൊട്ട് ഞങ്ങളതിനെ എവിടം വരെയൊക്കെ എത്തണോ അന്നൊക്കെ ചിന്തിച്ചതും ഞങ്ങളതിനെ മുന്നോട്ട് നയിച്ചതും ഞങ്ങളൊരു പ്രോഗ്രസ്സിലേക്ക് നയിച്ചതൊക്കെ ഞങ്ങളുടെ അമ്മമ്മേനെയാണ് കേട്ടോ. അച്ഛനില്ലാത്തൊരിത് ഞങ്ങൾക്ക് ഫീൽ വരാത്തത് പോലും അമ്മാമ്മ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അതിനർത്ഥം എൻ്റെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല. അമ്മയും അമ്മമ്മയാണ് ഞങ്ങൾ 2 പേരുടെയും ബാക്ക് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴും അവർ 2 പേരുമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല സപ്പോർട്ടുണ്ട്. കണ്ണനെയും സോളാറിൻ്റെ കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ കൂടി ഭയങ്കര ഒരു സപ്പോർട്ട് അമ്മമ്മയുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്, അമ്മയുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി. അമ്മ ഫോണൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒരു കീപാഡ് മാത്രമാണ് കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്ക് യൂട്യൂബ് ആക്സസ് ഒന്നുമില്ല, ആൾക്ക് അതിൽ അറിയൂല. അതുകൊണ്ട് തന്നെ അമ്മമ്മ വീഡിയോ കാണാനുള്ള ഒരു ചാൻസും ഇല്ല. എങ്കിൽ കൂടി ഞാൻ ഇതൊക്കെ പറയുന്നത് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുന്നവരോടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദീപം തെളിയിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തെ തിരി നമ്മുടെ സംരംഭത്തിന്റെ മുതലാളി തന്നെ തുടങ്ങുകയാണ് കേട്ടോ. അവൻ ഒരുപാട് നാളത്തെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. അങ്ങനെ കണ്ണം തിരി തെളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയും അമ്മമ്മയും ഇവിടുത്തെ അമ്മയും സൗദമ്മയും കൂടിയിട്ട് ഋതുമോളും കൂടിയിട്ട് ഒരു തിരി തെളിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ചേട്ടനും കൂടി ഒരു തിരി തെളിയിച്ചു. അങ്ങനെ പാപ്പയും മാമിയും കൂടി ഒരെണ്ണം തെളിയിച്ചു. പിന്നെ ഒരെണ്ണം അവൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഫ്രണ്ട്സൊന്നുമല്ല, ഇവർ ഫ്രണ്ട്സിലുപരി അവർ തന്നെയായിരുന്നു ഇതിലെല്ലാം. കുറേ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചായയും സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഉച്ച വരെ തിരക്കില്ലാത്തവരൊക്കെ ഞങ്ങൾ കുറച്ച് പേര് അവിടെ ഇരുന്ന് കഥ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ വിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.